ഇന്ന് നമുക്കൊരു മിനി വ്ളോഗ് കണ്ടോക്കിയാലോ. അപ്പോൾ ഇക്കില്ലാത്ത ദിവസത്തിൻ്റെ ഒരു മിനി വ്ളോഗ് കിട്ടാന്ന് വെച്ചെങ്കിൽ ഇക്ക ദുബായി പോയല്ലോ, അതുകൊണ്ട് ഇക്ക പോയ ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് പുറത്ത് പോകുന്നില്ലത് ഞാൻ കുറച്ച് ഷോ കാണിക്കുന്നുണ്ടല്ലോ, വെറുതെ ഒന്നല്ല, ഇത് എനിക്ക് ഒക്കെ ഗിഫ്റ്റാക്കിയ ഡ്രസ്സ്. സോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് കുറച്ച് ഷോ കാണിക്കുന്നില്ലത്, വേറെ ഒന്നല്ല. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതാ നമ്മൾ വീണ്ടും ഒന്ന് പുറത്ത് കാണുമുള്ള കാഴ്ച വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല, പക്ഷേ എന്ത് രസം എന്നറിയോ. പിന്നെ അപ്പോഴത്തേക്ക് ഉമ്മ അവക്കാട് ജ്യൂസാക്കി തന്നിട്ടാ കുടിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ. എന്താ വെച്ചാൽ എൻ്റെ ലിപ്പിൽ ഇനി എങ്ങനത്തെ ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടിട്ടാലും നിൽക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ സ്ട്രോ ഉണ്ടെങ്കിൽ സ്ട്രോ കുത്തിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ അതിനുള്ളിൽ ഔക്കാടിങ്ങനെ കഷ്ണമായിട്ട് വന്നത്. സോ അതിന് ഞാൻ ചാടിയിട്ട് പിന്നെ എന്നാൽ നേരെ താഴെ വന്ന് അയ്യൻ്റെ പാർസലാക്കിയിട്ടുണ്ട് കേട്ടോ. നേരെ ജുബിമാനൊക്കെ ആക്കിയിട്ടുണ്ട്. ഉപ്പ നാസ്റ്റ് ആക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് ഉപ്പാനൊക്കെ അയച്ചിട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ ഓന് ഇക്കാക്കന്നെ പറഞ്ഞാൽ കേൾക്കാത്ത അയ്യാനും ഞാനുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ എന്നെ കൊണ്ട് പറ്റേയില്ല കേട്ടോ. നിൽക്കില്ല, റോട്ടുമ്പോൾ ഓടും. സോ ഇത് എവിടെയെല്ലോ പോകാനുണ്ട്. എന്താ വെച്ചെങ്കിൽ എത്ര നേരമാവും എങ്ങനെയൊന്നും അറിയില്ല കേട്ടോ, അറിയില്ലല്ലോ. സോ അതുകൊണ്ട് കേട്ടോ. പിന്നെ എന്താ പറയല്, പെരൻ്റെ ചാവി ഏടെ നോക്കുമ്പോൾ കാണുന്നില്ല. തപ്പി 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 ലാസ്റ്റ് ഇതാ ഈടെ എന്താ വെച്ചെങ്കിൽ ഇക്ക പൂട്ടിയിട്ട് വണ്ടിയിൽ വെക്കുന്നതല്ലേ. സോ അതുകൊണ്ട് വരുമ്പോഴത്തേക്ക് പൂട്ടിയിട്ട് വണ്ടിയിൽ വെക്കും. വരുമ്പോഴത്തേക്ക് ചുമ്മുക അല്ലെങ്കിൽ എന്താ പറയുക, ഉപ്പ ആരെങ്കിലും വന്നിട്ടുണ്ടായി അവർ തുറന്നിട്ട് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വണ്ടിയിൽ ഈ ചാവി ആടെ ഉണ്ടായിന്. അങ്ങനെ തപ്പി തപ്പി ലാസ്റ്റ് കാറിലുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ആടെ നിന്ന് എടുത്തിട്ട് നേരെ പോയിട്ടാ. പിന്നെ ഈ നമ്മളെ മുറ്റത്തൊന്നും വണ്ടിയൊന്നും വരില്ല കേട്ടോ. നമ്മൾ ഇവിടെ റോഡ് ശരിയാകുന്നുണ്ട്. എൻ്റെ മുകളിൽ സ്കൈ നിങ്ങൾ കണ്ട എന്താ രസമല്ലേ. പക്ഷേ മഴയില്ലാത്ത കൊണ്ട് ഭയങ്കര ചൂടും തന്നെ കേട്ടോ. ഇവിടെ വരെ റോഡാക്കിയിട്ട് ഗൈസ്, കുറച്ച് ബാക്കോട്ടായി നമ്മളെ പേരൻ്റെ മുറ്റത്ത് വരെ ഇത്രയേ ഉള്ളൂ. ആയി പിന്നെ പേരയൊന്നുമില്ല, ആടെ വരെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി പോട്ടീനു. എന്ത് കഷ്ടമല്ലേ. ആ ആരോടെ എന്നെ ഓട്ടിടാൻ വരണം, ഞാൻ ഓട്ടേ ഇടില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇക്ക. അതുകൊണ്ട് ഞാൻ ഓട്ടിടില്ല. ഇപ്രാവശ്യം ഞാൻ ഓട്ട് ആർക്കും ഇടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്ത് വരെ റോഡ് വരാത്ത കൊണ്ട് അത്ര തന്നെ. പക്ഷേങ്കിൽ ലാസ്റ്റ് നമ്മൾ വരാം അതിൻ്റെ ഇപ്പുറത്തേക്ക് വരെ ഉണ്ട് കേട്ടോ. എന്തല്ലേ എന്തൊക്കെയാണ് ഈ വരത്. ഒരു രണ്ട് മീറ്റർ, എത്ര മീറ്ററിൻ്റെ അളവൊന്നും അറിയില്ല, ഒരു 10 സ്റ്റെപ്പല്ലേ അതുവരെ ശരിയാക്കി എന്തായി പൊട്ടീനു. പോട്ടെ. അങ്ങനെ നേരെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോയിട്ടാ. പിന്നെ അത് പോകുമ്പോഴത്തേക്ക് തന്നെ എന്തായെന്നറിയോ, ഒരു ആൾ മുമ്പിൽ ബൈക്കിനെ കയറ്റിയിട്ടാ. ആ ചേട്ടൻ ഈ സൈഡ് നോക്കുന്നില്ല, ഈ സൈഡ് നോക്കാതെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് തിരിക്കുന്നു. എൻ്റെ പൊന്ന് സ്പീഡിൽ നമ്മൾ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. ഒന്നാമത് ഓട്ടോറിക്ഷൻ്റെ അവർ ഭയങ്കര സ്പീഡും തന്നെ. പിന്നെ അഥവാ സ്പീഡ് പോകുന്നുണ്ടായ നമുക്ക് കയറിയ പാടന്നെ ആയതുകൊണ്ട് കുറച്ച് സ്പീഡ് ഉണ്ടായത്. നല്ല സ്പീഡ് ഉണ്ടായെങ്കിൽ ആൾ പോട്ടീനു കേട്ടോ, ആക്സിഡൻറ്റ് ഉറപ്പാട്ടിനു. അങ്ങനത്തെ എന്നിട്ടും അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല കേട്ടോ. ഭയ്യ ഞാൻ നേരെ ഇടത്തി. സംഭവം ഒരു മുദ്ര പേപ്പർ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഞാൻ വന്നിട്ട് എന്ന് വെച്ചെങ്കിൽ എല്ലാം എൻ്റെ ഓനാക്കി തരുന്നത് കൊണ്ട് ഇതിൻ്റെ ഇത് കഷ്ടപ്പാട് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ മുദ്ര പേപ്പർ എന്തിനെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഡ്രീമുള്ള സംഭവം നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് അത്ര തന്നെ കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്ത് സംഭവം എന്നല്ല പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് ഇതാ നമ്മ ഇവിടെ കാത്തുന്ന കാത്തുകൾ എൻ്റെ പേരുണ്ട്. അടുത്തേക്ക് പേര് കൊടുക്കണം. പേര് കൊടുത്തിട്ട് അഞ്ചാളെ പേര് വാങ്ങൂട്ടോ. ആ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒരു 200 ആൾക്കാരെന്തോ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാരെന്ന് അറിയാം. പിന്നെ ഞാൻ മെലിഞ്ഞത് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് പോയിട്ട് എൻ്റെ പേര് കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ പേരെടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ നമ്മളെ പേര് വിളിക്കുന്നത്. അത് പേര് ആരെയൊന്നും മനസ്സിലാവുന്ന പോലില്ല. സോ അങ്ങനെ മുദ്ര പേപ്പർ കിട്ടി. പിന്നെ കുറച്ച് ടൈപ്പിങ്സ് ഉണ്ടായിന്. ഇന്ന് എന്തെന്നറിയില്ല, കാത്തുനിന്നിട്ട് എന്താ അറിയില്ല. ഇപ്പം ഈ സമയത്ത് അഥവാ അയ്യനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താട്ടിനും ഒരു ഇതുണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു പീടേനുണ്ട്. വെള്ളം കിട്ടുന്നില്ല, ലേസ് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. താഴ്ചിട്ട് ആ കോട്ടലിങ്ങനെ ചുരുളിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കറല് നമ്മൾ പറഞ്ഞ അനുസരിക്കില്ലല്ലോ, വെള്ളം കൊടുത്തെങ്കിലും അതിന് മനസ്സിലാവും. അങ്ങനെ ടൈപ്പിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഓട്ടോറിക്ഷയിൽ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പള്ളീൻ്റെ ആശുപത്രിയിൽ. അങ്ങനെ ഇതാ നേരെ ഈടെത്തിയിട്ടാകുമ്പോഴത്തേക്കാ ആളൊന്നും ഇല്ല അല്ലേ. പക്ഷെ ഉള്ളിലൊരാളുണ്ട്, അവരെ പല്ല് കേൾക്കുന്നില്ലത്. അതുകൊണ്ട് നമ്മളെ പുറത്ത് ഇരുത്തിച്ചിട്ട് എന്ത് പറയല്ലേ, ശരിക്കും പറഞ്ഞാൽ മടുത്തിട്ടാ. എന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ ദിവസം കാത്തിക്കുന്നത് ഏത് സൈഡ് എണിച്ചതെന്ന് എനിക്കറിയുന്നില്ല. റൈറ്റ് സൈഡിൽ ഞാൻ എണിച്ചത്. പക്ഷേ എന്തായിപ്പോയി കാത്തിക്കുന്നത് എന്ന് പറഞ്ഞത്ര എനിക്കിഷ്ടമില്ലാത്ത സംഭവം കേട്ടോ.
ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമല്ല. സന്ധ്യാക്കൽ കാത്തുനിന്നെങ്കിലല്ലേ പറ്റൂ. ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സിസ്റ്റർ വാ വാ ഉള്ളിൽ കയറിക്കോന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ, സൈഡിൽ ജസ്റ്റ് ചെറിയ പണി ഉള്ളത്, അത് ഇവർക്ക് വേഗം എടുത്ത് തന്നൂടെ എന്നല്ല പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് അവർക്ക് പറയാൻ പറ്റിയില്ലല്ലോ, നമ്മൾക്ക് മനസ്സിൽ മാത്രമല്ലേ വെക്കാൻ പറ്റും, അതല്ലേ നമ്മൾ. അങ്ങനെ കുറച്ച് ഒരു അരമണിക്കൂർ ശേഷം ഉള്ളിൽ പോയി ഉമ്മാനെ അവിടെ പല്ലിങ്ങനെ തോണ്ടി തോണ്ടി നോക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതാ നമ്മ അതും കഴിഞ്ഞിട്ട് എൻ്റെ മുദ്ര പേപ്പർ ഞാനിങ്ങനെ തുറക്കുന്നു അടക്കുന്നു. അതിനിടയിൽ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്, അതിൻ്റെ ടെൻഷൻ കേട്ടോ ഞാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്താക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചിന്തിച്ചുകൊണ്ട് ഞാൻ പിറക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.